നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തുമാത്രം സാധനങ്ങളാ മമ്മി എനിക്ക് വേണ്ടി കൊണ്ടുവന്നേ. എത്ര ഐറ്റം ഫുഡാ. ശരിക്കും എന്റെ മമ്മി ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുവാ. ആ മമ്മി അത് കണ്ടോ, എന്നെ പോലെ പ്രഗ്നന്റ് ആയ ശ്യാമയ്ക്ക് അവളുടെ അമ്മയും അച്ഛനും കൊണ്ടുവന്ന ഫുഡാ. നോക്കിക്കേ. അല്ല, ഇതെന്താ ഈ ചക്രത്തിന്റെ ആകൃതിയിലുള്ളത്? നാളിതുവരെ അച്ചപ്പ സുരഭി കണ്ടിട്ടില്ലേ? ഓ, ഓർമ്മ വന്നു, അച്ചപ്പം. അയ്യോ, ഓ മാമോളോ ഇരിക്കേ. എന്റെ മോൾക്ക് ഞാനേ ഫുഡ് എടുത്തു തരാം. ഓ, ശ്യാമയും പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്? ശ്യാമയും വാ, കുറച്ച് ടേസ്റ്റിയായി ഫുഡ് കഴിക്കാം. എന്തോ? വാ, കുറച്ച് റിച്ചായി ഫുഡ് കഴിക്കാന്നേ. വാ ശ്യാമേ. വാ, വലമേ. ബർഗർ, പിസ്സ, നൂഡിൽസ് എല്ലാം ഉണ്ട്. ഏതാ ശ്യാമയ്ക്ക് ഇഷ്ടം? ചൂസ് ചെയ്തോളൂ. ഇരിക്ക് ശ്യാമേ, കോസ്റ്റ്ലി ആയ ഫുഡ് കഴിക്ക്. കുഞ്ഞിന് നല്ലതാ. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാ. ഞാൻ പിസ്സ കഴിക്കോ? ശ്യാമയോ? അമ്മേ, അമ്മ ഉണ്ടാക്കി അച്ചപ്പം മുറുക്കും ഇങ്ങെടുത്ത് തന്നെ. ശ്യാമേ, നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്ത് കോസ്റ്റ്ലി ഫുഡാണെന്നറിയോ? ഇത് എവിടുന്നാ വാങ്ങിയെന്നറിയോ? ശരിയെടുത്തി, ഈ ഫുഡ് ഐശ്വര്യടുത്തിയുടെ അമ്മ വലിയ വില കൊടുത്ത് വാങ്ങിയതാവും. എന്നാ ഇതെല്ലാം എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഈ ഇരിക്കുന്ന ഓരോ പലഹാരങ്ങളും ചുട്ടെടുക്കുമ്പോഴും എന്റെ അമ്മയുടെ മനസ്സ് നിറയെ ഞാനായിരുന്നു. എന്നോടുള്ള സ്നേഹമായിരുന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ഇനി എത്ര ലക്ഷങ്ങൾ മുടക്കി ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും ആ ഇരിക്കുന്ന ഒരു ഫുഡിനും എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ പലഹാരങ്ങളുടെ വില വരില്ല. ഇത് വെറും മാവും ശർക്കരയും എണ്ണയും കൊണ്ടുണ്ടാക്കിയതല്ല. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂട്ടിച്ചേർത്താ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അതിന് മൂല്യം കൂടും. അമ്മേ, എടുത്തു തന്നെ. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരം അത് മതി എനിക്ക്. അയ്യോ, ശ്യാമേച്ചിയുടെ ഡയലോഗ് സൂപ്പർ. അച്ഛൻ, ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല. നീ ഇനിയും നിന്ന് ന്യായീകരിക്കരുത്. എനിക്ക് ചിലപ്പോ എന്നെ തന്നെ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ.
അച്ഛാ അത് ആദ്യേട്ടൻ അമേരിക്കൻ കമ്പനിക്ക് അയച്ച 20 കോടി രൂപയുടെ ഓർഡർ ക്യാൻസലായി. ക്യാൻസലായോ? ക്യാൻസൽ ആയെന്നോ? ക്യാൻസൽ ആയതല്ല, ക്യാൻസൽ ആക്കി നീ. എന്റെ വെൽവിഷർ കമ്പനി നടന്ന എന്റെ അനുജൻ മനഃപൂർവ്വ ആ ഓർഡർ ക്യാൻസൽ ആക്കിയത്. എന്തിന്? എന്നെ കൊച്ചാക്കാൻ, കഴിവ് കെട്ട MD ആയി സ്റ്റാഫുകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ. അല്ലാതെ എന്താ? അതായിരുന്നു ഇവന്റെ ഉദ്ദേശം. അങ്ങനെയൊന്നും പറയില്ല ആദ്യേട്ടാ. ആദ്യേട്ടൻ തന്നെ MD ആവണമെന്ന് അഖി തന്നെയല്ലേ പറഞ്ഞത്? ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതാവും. മിണ്ടരുത് നീ മിണ്ടരുത്. അറിയാത്ത കാര്യം സംസാരിക്കരുത്. അഖിയുടെ മെയിൽ ഐഡിയിൽ നിന്ന് ആ ഓർഡർ വേറെ ആരെ ക്യാൻസൽ ചെയ്യുന്നത്? പറയേ. അച്ഛാ അമ്മേ, അമൃതേർത്തി ഒന്നും ഞാൻ അറിഞ്ഞതല്ല. ആദ്യേട്ടാ ഞാൻ പറയുന്ന നിന്റെ അടുത്ത് മിണ്ടരുതാ പറഞ്ഞത്. അങ്ങനെ വരില്ല, അഖി അങ്ങനെ ചെയ്യില്ല. ആദി, നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. നമുക്ക് നോക്കാം. തൽക്കാലം സമാധാനിക്കും. എടാ, നിന്നോട് അഖി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതേട്ടാ, അമ്മ പറഞ്ഞതാ ശരി. ആദ്യം നിന്ന് ക്ഷമിക്ക്. എന്താ സംഭവിച്ചെന്ന് നമുക്ക് കണ്ടെത്താം. അതല്ലേ ഏട്ടാ നല്ലത്. മനസ്സിലായി. ഇപ്പൊ എല്ലാവരുടെയും മനസ്സെനിക്ക് മനസ്സിലായി. എല്ലാവരും എന്നെ താഴ്ത്തി കെട്ടിയ ഇവന്റെ പക്ഷോ അല്ലേ? മോനെ, അങ്ങനെയല്ല. വേണ്ടമ്മേ, ആരും എന്നെ ഉപദേശിക്കാൻ നിൽക്കൊന്നും വേണ്ട. എന്റെ ഭാര്യ പോലെ എന്നെ കുറ്റപ്പെടുത്തി. ആദ്യേട്ടാ അങ്ങനെ ചിന്തിക്കില്ലേ? വേണ്ട, ആരുടെ സങ്കടമൊന്നും എനിക്ക് കാണണ്ട. എല്ലാവരെയും ഒറ്റക്കെട്ടാ. എനിക്കത് മനസ്സിലായി. മോനെ, ആദ്യം നീ പറയുന്നൊന്ന് കേക്ക്. ഇനി എന്ത് കേൾക്കാനാച്ചാ? തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. ഇനി ഇവിടെ എനിക്കെന്ത് സ്ഥാനം? ഞാൻ പോവാ. ഏട്ടാ ആദ്യേട്ടാ 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 എവിടേക്കാ പോകുന്നത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ആദി, വെറുതെ എടുത്തിട്ടൊന്നും വേണ്ട. ആരും എന്നെ തടയാൻ നിൽക്കണ്ട. ഞാൻ പോവാ. അതേട്ടാ, ഏട്ടാ പോവല്ലേ. ഏട്ടാ മമ്മി, മോനെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. പറയുന്നത് കാതി. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. എന്നെ ആർക്കും വേണ്ടെങ്കിൽ എനിക്കും ആരെയും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.